ആ സഹോദരൻ ആ സന്ധ്യാസമയത്ത് പറഞ്ഞു, നീ പുറമെ സന്തോഷവാനാണ്, എന്റെ ഹൃദയത്തിനെ അവൻ തിരിച്ചറിഞ്ഞു. അവനല്ല, അവനിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വേദനകളെ തിരിച്ചറിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കും, ഇന്ന് രാത്രി ഞാൻ എന്റെ ജീവിതം ഒടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ഒരു വചനം പറഞ്ഞു. പ്രിയപ്പെട്ട, ആ വചനം എന്റെ ഹൃദയത്തെ കുളിർമയിലേക്ക് കൊണ്ടുവന്നു. ആ വചനം ഇപ്രകാരമായിരുന്നു: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ, ഞാൻ നിനക്ക് പകരം മനുഷ്യരെ, നിന്റെ പ്രാണന് പകരം ജാതികളെയും തരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിങ്ങൾക്കറിയാമോ, 34 വർഷം ഒരു തുള്ളി മഴ പോലും പെയ്യാതിരുന്ന മണലാരണ്യത്തിലേക്ക്, മരുഭൂമിയിലേക്ക് ആദ്യമായിട്ട് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്തിറങ്ങിയ അനുഭവം. അതെ, ഞാൻ മരുഭൂമി കണ്ടിട്ടില്ല. എന്റെ സ്നേഹിതന്മാര് പറഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം ഒരു ഒറ്റ മഴ പെയ്താൽ മതി, ആ മരുഭൂമി മുഴുവൻ എന്താണ്, ഒരു ചെറിയ പുഷ്പങ്ങൾ കൊണ്ട് പൂത്തൊടഞ്ഞത് മനോഹരമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമെന്ന്. എന്റെ ഹൃദയം 34-ാമത്തെ വർഷത്തിൽ ആദ്യമായിട്ട് എന്റെ ആശ്വാസത്തിന്റെ മഴ സ്വർഗത്തിൽ നിന്ന് പെയ്തിറങ്ങിയത് വഴി എന്റെ ഹൃദയം മലർവാടി പോലെ പൂത്തുല്ലസിച്ച്. പ്രിയപ്പെട്ടത്, ആനന്ദ നൃത്തം കൊണ്ട് ഞാൻ എന്താണ് ഉന്നതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് കയറിപ്പോയി. അന്ന് എനിക്കൊരു പാട്ടറിയാമായിരുന്നു, ഞാൻ പാട്ടുകളെ സ്നേഹിച്ചിരുന്നു. വയലാർ ദേവരാജന്റെ ടീമിന്റെയൊക്കെ പാട്ടുകൾ ഞാൻ എപ്പോഴും മൂളിപ്പാട്ട് പാടുമായിരുന്നു. എന്നാൽ അന്ന് രാത്രികാലം പണ്ടങ്ങോ ഞാൻ കേട്ട ഒരു പാട്ടിന്റെ ഹൃദയത്തിലേക്ക് ദൈവം ഇതാ ഉയർത്തിക്കൊണ്ടുവന്നു. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ, നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ, നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ, എന്റെ അധരം നിന്നെ കീർത്തിക്കുമേ, എന്റെ ജീവകാലമെല്ലാം പൊതുഗീതത്താൽ അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ, എന്റെ ജീവകാലമെല്ലാം പൊതുഗാനത്താൽ അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ. അതെ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ മഹാകരുണ കൊണ്ടാണ് ഞാൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. അത് ഈ ഭൂമിയിലെ രക്ഷ മാത്രമല്ല, എന്റെ ആത്മാവിന്റെ രക്ഷയും കൂടാണ്. അതുകൊണ്ട് എന്റെ നാവ് ഈ കർത്താവിനെ സ്തുതിക്കുന്നു. പരസ്യമായിട്ട് സകല ജാതികളുടെയും ഇടയിൽ ഞാൻ യേശുക്രിസ്തുവിന്റെ ദൈവികത്വം പ്രസംഗിക്കുന്നു. സകല ജാതികളുടെയും ഇവൻ മാത്രമാണ് ഏകരക്ഷകൻ ഞാൻ പ്രസംഗിക്കുന്നു. സകല ജാതികളുടെയും നമ്മുടെ പാപം പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ ഈ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തമല്ലാതെ മറ്റൊരു രക്തമില്ലെന്ന് അധികാരത്തോടെ ഞാൻ ഘോഷിക്കുന്നു.